അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2025 കാക്കൊല്ല പരീക്ഷ, മദ്രസയിലെ പാദവാർഷിക പരീക്ഷ, സമസ്തയുടെ മദ്രസയുടെ പാദവാർഷിക പരീക്ഷയിൽ 7ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായി ഫിഖ്ഹ്. എന്നാണ് പരീക്ഷ എല്ലാവർക്കും അറിയാം. ജൂലൈ 24-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. അടുത്ത മാസം 24-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് പരീക്ഷ. ഓരോ പുസ്തകത്തിലും പഠിക്കേണ്ട പാഠങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് 7ാം ക്ലാസ്സും 5ാം ക്ലാസ്സുമാണ് നോക്കുന്നത് ഇൻഷാ അല്ലാഹ്. 7ാം ക്ലാസ്സിൽ ഫിഖ്ഹിൽ 6 പാഠം, അൽ മുസ്തഹിഖൂന ലിസ്സക്കാത്ത്, ഈ പാഠം ഉൾപ്പെടെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ 6 പാഠം പൂർണ്ണമായും നമ്മൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. ഇതുവരെ പഠിക്കണം, ഇത് പഠിക്കണ്ട, ഇതുവരെ പഠിക്കണം. പരീക്ഷയ്ക്ക് 6ാം പാഠം മുഴുവനായിട്ട് ഫിഖ്ഹിൽ പഠിക്കണം. നമുക്ക് അടുത്ത വിഷയം എടുക്കാം. ദുറൂസുൽ ഇഹ്സാൻ. ദുറൂസുൽ ഇഹ്സാനിൽ 4 പാഠം പഠിക്കണം. ഇതാണ് 4ാമത്തെ പാഠം, അത്തഅലീം. ഈ പാഠം മുഴുവനും, ഈ പാഠം വരെയുള്ള മുഴുവൻ ഭാഗവും എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പഠിക്കണം. ഏത് പരീക്ഷയ്ക്ക്? പാദവാർഷിക പരീക്ഷ. 7ാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയാണ്. എല്ലാവരും നല്ല പഠിക്കുന്നുണ്ടാവും ഏതായാലും. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് താരീഖാണ്. താരീഖിൽ 9 പാഠം പഠിക്കാണ്ട്. 9 പാഠം. ഉദാരമതി എന്ന് പറയുന്ന ഈ പാഠം അടക്കം 9 പാഠം. മൊത്തം 9 പാഠമാണ് പരീക്ഷയ്ക്കുള്ളത്, കാക്കൊല്ല പരീക്ഷയ്ക്കുള്ളത്. 9 പാഠം എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട് അല്ലേ, നല്ലോണം പഠിക്കാനുണ്ട്. അടുത്തത് ലിസാനാണ്. ലിസാനിൽ 5 പാഠമാണ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. അദ്ദർസുൽ ഖാമിസു മക്കത്തു വൽ മദീന, ഈ പാഠം അടക്കം 5 പാഠം. 1ാം പാഠം മുതൽ ഈ പാഠം വരെ, ഇതുവരെയാണ് എന്താ ഉള്ളത്? ലിസാന് പഠിക്കാനുള്ളത്. ഇനി ഖുർആൻ നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഖുർആനിൽ നിന്ന് തുടക്കം മുതൽ, അഥവാ ഫാത്തിഹൻ്റെ അവിടെ നിന്ന് മുതലാണ് നിങ്ങൾക്ക് തുടങ്ങി, 1ാം ജുസാണല്ലോ. അപ്പോൾ തുടക്കം മുതൽ സൂറത്ത് നിസാ വരെയുള്ള ഏത് ഭാഗത്തുനിന്നും പരീക്ഷയ്ക്ക് വരാം. അതുപോലെ വാഖിഅ സൂറത്ത് 37 ആയത്താണ് ഹിഫ്ലിന് വരിക കേട്ടോ. ഹിഫ്ല് എത്രയാണ്? 37 ആയത്ത്. വാഖിഅ സൂറത്ത്, ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് പറയുന്ന സൂറത്തിൽ നിന്ന് 37 ആയത്ത് പരീക്ഷയ്ക്ക് വരും. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 5ാം ക്ലാസ്സാണ്. 5ാം ക്ലാസ്സിൽ ആദ്യമായി നമ്മൾ നോക്കുന്നത് ഫിഖ്ഹാണ്. ഫിഖ്ഹിൽ നമുക്ക് 5ാം ക്ലാസ്സിൽ നിന്ന് 9 പാഠം പഠിക്കാണ്ട്. അല്ലാഹ്, 9 പാഠം. അദ്ദർസു താസി അല്ലദാനു വല്ലിക്കാമത്ത്. 9 പാഠങ്ങൾ 5ാം ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യാണ്ട് പരീക്ഷയ്ക്ക്, കാക്കൊല്ല പരീക്ഷയ്ക്ക്, അടുത്ത മാസം നടക്കുന്ന കാക്കൊല്ല പരീക്ഷയ്ക്ക് ഫിഖ്ഹിൽ നിന്ന് 9 പാഠം. അടുത്തത് അഖീദ. അഖീദയിൽ നിന്ന് 4 പാഠം. അൽ കറാമത്തു എന്ന പാഠം അടക്കം മൊത്തം 4ാമത്തെ പാഠം. ഈ 4ാം പാഠം അടക്കം ഉണ്ടാകും. മൊത്തം 4 പാഠം ഉണ്ടാകും. 1ാം പാഠം മുതൽ ഈ 4ാം പാഠം അടക്കം 4 പാഠമാണ് അഖീദയിൽ നിന്നുണ്ടാവുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് താരീഖാണ്. താരീഖ് 4 പാഠം ഉണ്ടാവുക. അദ്ദർസു റാബി, ബുദ്ധിമാനായ ഒരു ബുദ്ധിപരമായ ഒരു ഉപദേശം, ഈ പാഠമടക്കമാണ് 4 പാഠമാണ് എന്തുണ്ടാവുക? താരീഖിന് ഉണ്ടാവുക. പിന്നെ ലിസാനുൽ ഖുർആൻ. ലിസാനുൽ ഖുർആനിലും അതുപോലെ 4 പാഠമാണ്. അഫ്ളലുൽ ജമാഅത്ത്, ഇതുവരെയാണ് എന്തുണ്ടാവുക? പരീക്ഷയ്ക്കുണ്ട്. ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് ലിസാൻ, ഈ ഭാഗമൊക്കെ പരീക്ഷയ്ക്ക് നല്ലോണം നോക്കണം. ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ഈ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ലിസാനുൽ ഖുർആൻ ഉണ്ടാവുക. ഇനി എൻ്റെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതാണ് തജ്വീദ്. തജ്വീദിന് 6 പാഠം ഉണ്ടാകും. അതുപോലെ അഖ്ലാഖ് നമ്മൾ പറഞ്ഞിട്ടില്ല, അഖ്ലാഖ് 4 പാഠം ഉണ്ടാവും. തജ്വീദ് 6, അഖ്ലാഖ് 4. ഇനി ഖുർആൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഖുർആൻ 3 ജുസാണ് ഉണ്ടാവുക. 4ാമത്തെ ജുസ് ഉണ്ടാവില്ല. 3 ജുസിൽ നിന്ന്, ആദ്യത്തെ 3 ജുസാണല്ലോ അല്ലേ, ഫാത്തിഹ മുതൽ, ഏത് ഭാഗവും ചോദിക്കാം. 3 ജുസിലെ പെട്ട ഏത് ഭാഗവും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 4ാമത്തെ ജുസ് ഉണ്ടാവില്ല. പിന്നെ ഹിഫ്ല് നോക്കുകയാണെങ്കിൽ സൂറത്ത് യാസീനിലെ 32 ആയത്ത്, സൂറത്ത് യാസീനിലെ 32 ആയത്താണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക കേട്ടോ. സൂറത്ത് ഹിഫ്ല് 32 ആയത്ത് പഠിക്കണം. ഇതാണ് 5ാം ക്ലാസ്സിൻ്റെയും 7ാം ക്ലാസ്സിൻ്റെയും പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ. പിന്നെ 24-ാം തീയതി, അടുത്ത മാസം 24-ാം തീയതിയാണ് പരീക്ഷ. 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും പൊതുപരീക്ഷയാണ്. എല്ലാവരും നല്ല പഠിക്കുക, ഉഷാറായി ഉന്നത മാർക്ക് വാങ്ങുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.